വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. മിനിസ്റ്റർ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വനനിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണി വിഭാഗം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. വലിയൊരു വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ ഭേദഗതി ഇപ്പോൾ തിരുത്താനായിട്ട് വനം വകുപ്പ് ഉദ്ദേശിച്ചിട്ടുണ്ടോ? ഇതിൽ ആദ്യം മുതലേ ഗവൺമെൻറ് വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്. ഇത് കരട് നിയമമാണ്. ഇത് നിയമസഭയിലും മറ്റും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അന്തിമമായി ബില്ലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിലെ ആർക്കും ഇതിലൂടെ ഉത്കണ്ഠ, അഭിപ്രായ വ്യത്യാസം, പുതിയ നിർദ്ദേശങ്ങൾ എല്ലാം സമർപ്പിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം പ്രയോജനപ്പെടുത്തണമെന്നും ഡിസംബർ 31 വരെ അതിനുള്ള സമയം കൊടുക്കുമെന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനർത്ഥം ഇത് ചർച്ചയ്ക്കും മാറ്റങ്ങൾക്കും വിധേയമാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു പുതിയതായിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ ആ ബില്ല് നേരെ നിയമസഭയിലേക്ക് കൊണ്ടുപോയി പാസ്സാക്കിയാൽ മതിയല്ല. പക്ഷെ അങ്ങനെ പറ്റില്ല. നിയമസഭയുടെ നടപടി അനുസരിച്ചാലും അത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ച് മെമ്പർമാരുടെ ഭേദഗതികൾ ചർച്ച ചെയ്ത് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാവുന്നത് സ്വീകരിച്ച് അങ്ങനെ ഒരു വലിയ പ്രോസസ്സിലൂടെ വന്നത്. ആ കൂട്ടത്തിൽ പൊതുസമൂഹത്തിനും അഭിപ്രായം പറയേണ്ടതുകൊണ്ടാണ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചത്. അപ്പോൾ അത് അവർക്ക് അഭിപ്രായം പറയാം. ആ അഭിപ്രായം ഗവൺമെൻറ് ആദ്യമേ അഭിപ്രായം പറയണമെന്ന് കേൾക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ സ്വീകരിക്കാവുന്നതൊക്കെ സ്വീകരിക്കുകയും ഒട്ടും നിവൃത്തിയില്ലാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുകയും ചെയ്യുന്ന അത് അങ്ങനെയാണല്ലോ, ഒരു ചർച്ചയിലൂടെയാണല്ലോ അതെത്തുക. അപ്പോൾ ചർച്ചകളിലൂടെ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്ന നിലപാടാണ് ആദ്യം മുതലേ വനം വകുപ്പ് മന്ത്രിയും ഗവൺമെൻറ്റും സ്വീകരിച്ചിട്ടുള്ളത്. തുടക്കം മുതൽ ആ അവസരം ഉപയോഗപ്പെടുത്താതെ മറ്റു തരത്തിൽ പിന്നെ ഒരു വിവാദമുണ്ടാക്കേണ്ട കാര്യമില്ല. അങ്ങയുടെ സർക്കാരിന്റെ ഘടകകക്ഷിയിലുള്ള ഒരാളാണ് ജോസ് കെ മാണി വിഭാഗം. അവർ മനഃപൂർവ്വം ഇത്തരത്തിലൊരു വിവാദം ഉണ്ടാക്കുന്നു കരുതുന്നുണ്ടോ? ഇല്ല. മലയോരയുടെ പ്രധാന പ്രവർത്തന മേഖല മലയോര മേഖലയാണ്. ആ മേഖലയിലെ കർഷക സമൂഹത്തിൻ്റെ ഇടയിൽ തീക്കോരിയിടാൻ ചില സംഘടനകൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൻ്റെ ഭാഗമായി ആ മേഖലയിൽ അസ്വസ്ഥതയുണ്ട്. ഈ അസ്വസ്ഥത ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും പരിഹാരമാടുകയും ചെയ്യേണ്ടത് ഉത്തരവാദപ്പെട്ടൊരു പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ ചുമതലയിൽപ്പെട്ടതാണ്. ആ ചുമതല അവർ നിർവഹിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പ്രധാനമായിട്ടും ഈ ഫോറസ്റ്റ് വാച്ചർക്ക് ഒരു SIയുടെ പവർ കൊടുക്കുന്നു, അധികാരം കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു മിനിസ്റ്റർ? പ്രധാനമായിട്ടും ഇപ്പോൾ വലിയ തോതിൽ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ മൃഗങ്ങളുടെയൊക്കെ ഒരു ആക്രമണം ജനങ്ങൾ നേരിടുന്നുണ്ട്, പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിലുള്ള ജനങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു നിയമം വരുമ്പോൾ അതിന് തടയിടാനുള്ള ഒരു ശ്രമമാണെന്നുള്ളതാണ് പ്രത്യേകിച്ചും ഈ കർഷകരൊക്കെയും പറയുന്നത്. അതാണ് തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞത്. നിലവിലുള്ള നിയമത്തിൽ ആർക്കൊക്കെയാണ് അധികാരം? അതാദ്യം പറയട്ടെ. ഈ നേരത്തെയുള്ള നിയമത്തിൽ ആരെങ്കിലും പുതുതായി കൂട്ടിച്ചേർക്കുകയാണോ ആരെങ്കിലും ഒഴിവാക്കുകയാണോ ചെയ്തിട്ടുള്ളത്? അവിടെയാണ് ചിലർ വേണ്ടത്ര മനസ്സിലാക്കാതെ പറയുന്നതെന്ന് എനിക്ക് വിശദീകരിക്കേണ്ടി വരുന്നത്. നിലവിലുള്ള നിയമപ്രകാരമാണ് വാച്ചർക്ക് അറസ്റ്റ് ചെയ്യാം. എന്നാൽ അത് വാച്ചറെ അതിൽ നിന്നും ഒഴിവാക്കി അതിന് മുകളിലുള്ളവർക്കാകാമെന്ന ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതെനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലായത്. അത് അവരോട് അതങ്ങനെയല്ല എന്ന് ഇനി മുഖ്യമന്ത്രിയോട് ആരെങ്കിലും വിശദീകരിച്ചിട്ടുണ്ടോ, ആക്ഷേപ രേഖാമൂലം കൊടുത്തിട്ടുണ്ടോ? അതുണ്ടെങ്കിൽ അത് ഞാൻ പറയാം. അതിലും അങ്ങനെ ഉത്കണ്ഠയുണ്ടെങ്കിൽ പരിശോധിക്കുന്ന ഏത് വകുപ്പിനെ കുറിച്ചുമുള്ള ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉത്കണ്ഠയും പുനഃപരിശോധിച്ചു ചർച്ച ചെയ്ത് പരിഹരിക്കുക എന്ന നിലപാടാണല്ലോ നമുക്കുള്ളത്. ഇത് ഇതാണ് ഒരു തെറ്റ്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസർ എന്ന നിർവചനത്തിൽ നിന്നും ഫോറസ്റ്റ് വാച്ചറെ ഒഴിവാക്കി. നിലവിലുള്ള നിയമത്തിൽ ഫോറസ്റ്റ് വാച്ചർക്ക് ചെയ്യാം. രണ്ടാമത്തൊരു മാറ്റം എന്ന് പറയുന്നത് അതിക്രമം കാണിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ ഫോറസ്റ്റിലെ ഒരു ഉദ്യോഗസ്ഥർ, വാച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാം. എന്നാൽ CRPC അനുസരിച്ച് ചില മാനദണ്ഡങ്ങൾ പാലിക്കണം അറസ്റ്റിന് മുമ്പ്. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതെന്നാണ് ഇത്തവണ വെച്ചിട്ടുള്ളത്. മിനിസ്റ്ററെ, അതിലിപ്പോൾ പ്രധാനമായിട്ടും ഈ വാറന്റ് ഇല്ലാതെ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാതെ ഒരാളെ കസ്റ്റഡിയിൽ എടുക്കാം. അതാണ് ഇപ്പോൾ ജനങ്ങൾ ആശങ്കയിലാഴ്ത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ക്രൈസ്തവ സഭയൊക്കെ ഉന്നയിക്കുന്നത് അതാണല്ലോ പ്രധാനമായിട്ടും. അല്ല, CRPC എന്താണ്?
പക്ഷേ അങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കോടതികളും നിയമവും പറയുന്നത് ഇന്നിന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ, രാത്രി 10 മണിക്ക് ശേഷം സ്ത്രീകളെ പോകാൻ പാടില്ല, അങ്ങനെ കുറേ നിബന്ധനകൾ, അത്തരം നിബന്ധനകൾ ഫോറസ്റ്റിനും ബാധകമാണ്. അപ്പോൾ മാനദണ്ഡങ്ങൾ അനുസരിച്ചല്ലാതെ ഒരു നടപടിയും ആരും സ്വീകരിക്കരുതെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് ഈ 2019 കൊണ്ടുവന്ന ഒരു ഭേദഗതിയുണ്ട്, അത് ക്യാബിനറ്റ് അംഗീകരിച്ചതാണ്. ആ ഭേദഗതിയിൽ നിർദ്ദേശ കാര്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു കാര്യം ആലോചിക്കണ്ടേ, ശരി, ഈ ബില്ല് പിൻവലിക്കുന്നു. ഈ ബില്ല് പിൻവലിച്ചാൽ ചന്ദനം വെട്ടാൻ സാധിക്കുമോ? മുള വെട്ടാൻ സാധിക്കുമോ? ഫോറസ്റ്റ് ഓഫീസർക്കുള്ള വാച്ചർക്കുള്ള അധികാരം ഇല്ലാതാകുമോ? അപ്പോൾ ഈ ബില്ല് പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞൊരു അത് വികാരപരമാണ്. അപ്പം എൻ്റെ അഭ്യർത്ഥന ഇത് വികാരപരമായ ഒരു നിയമമാണ്, നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. വളരെ പക്വതയോടെ അവധാനതയോടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ശരി തെറ്റുകൾ നിർവഹിച്ച് പരമാവധി ജനങ്ങൾക്ക് ഉപദ്രവം കുറക്കുന്ന വിധത്തിൽ ഒരു നിബന്ധനയുണ്ട്. അത് സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണ്. കാട്ടിനുള്ളിൽ മാലിന്യങ്ങൾ തടയുന്നു, ശിക്ഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകുക? അല്ല, അത് അനുവദിക്കേണ്ടതാണോ? കാട്ടിനുള്ളിൽ മാലിന്യം വലിച്ചെറിയുന്നത് അനുവദിക്കേണ്ട ഒരു കാര്യം. അത് കർഷക സമൂഹത്തിന് ഏറ്റവും ഗുണം കിട്ടുന്നൊരു കാര്യമാണോ? കർഷക സമൂഹത്തിനാണ് ഈ മാലിന്യം വലിച്ചെറിക്കുന്നത്. കർഷക സമൂഹമായിട്ട് എന്താ ബന്ധം? പിന്നെ ശിക്ഷയുണ്ട്, ഫൈൻ. 1000 എന്നുള്ളത് 1500 ആക്കിയിട്ടുണ്ട്, 4000 എന്നുള്ളത് 5000 ആക്കിയിട്ടുണ്ട്. ആ വർധന നമ്മൾ സമീപകാലത്തായിട്ടല്ല, എല്ലാ കാലത്തും ചില വർധനകൾ ഉണ്ടെന്ന് നിരക്ക്. പക്ഷേ വനം വകുപ്പിൽ കുറഞ്ഞ് കുറേ കൊല്ലമായിട്ട് ചെയ്തില്ല, ആ വർധനയുണ്ട്. ആ വർധന കൂടിപ്പോയോ? അല്ല, അങ്ങനെ കൂട്ടണ്ടേ? ഇവിടെ നമ്മൾ അത്തരം കാര്യങ്ങളാണുള്ളത്, വല്ലാതെ പറയുന്നത്ര. പിന്നെന്താണ് നമ്മൾ അതിനകത്ത് ഇപ്പം മത്സ്യം പിടിക്കുന്നത് വനത്തിനുള്ളിൽ കയറി അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധാരണ മനുഷ്യർക്ക് നിലവിലുള്ള കേന്ദ്ര സംസ്ഥാന വന നിയമങ്ങളനുസരിച്ച് സാധ്യമാണോ അല്ലയോ? അതാണ് പറഞ്ഞിട്ടുണ്ട്. അത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. അതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പം കുറച്ചൊരു വ്യത്യാസം വരുന്നത്, സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് പിടിക്കാൻ പാടില്ല. എവിടെ? ഫോറസ്റ്റിനുള്ളിൽ. ഫോറസ്റ്റിനുള്ളിൽ ആരും കടക്കാനേ പാടില്ല. അവിടെ ക്രയവിക്രയങ്ങൾ നടത്താനും മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനും അധികാരമുള്ളത് ആദിവാസികൾക്ക് മാത്രമാണ്, ഗോത്രവർഗ്ഗങ്ങൾക്ക്, ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക്. അല്ലാത്തവർക്ക് ഫോറസ്റ്റിൽ കയറണമെങ്കിൽ വനം വകുപ്പിന്റെ അനുവാദം വേണ്ടേ? ഇതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ റിസർവ് ഫോറസ്റ്റിന് പുറമെ മറ്റ് പ്രദേശങ്ങളിലൂടെ ഈ നിയമം ബാധിക്കും എന്നുള്ളൊരു പ്രധാന ആശങ്ക കൂടിയുണ്ട്. ഇൻസൈഡ് ദ ഫോറസ്റ്റ് എന്ന് എഴുതിയാൽ എങ്ങനെ ഔട്ട്സൈഡ് ദ ഫോറസ്റ്റ് ആകുക? എന്നാൽ പിന്നെ ഫോറസ്റ്റ് കവേർഡ് ഏരിയ എന്ന് പൊതുവെ പറഞ്ഞാൽ പോരെ. ഇപ്പോൾ ഈ വന്നിട്ടുള്ള നിയമ ഭേദഗതി 430 പഞ്ചായത്തുകളെയാണ് ബാധിക്കുന്നത്. ഏകദേശം 1,30,00,000 വരുന്ന ജനങ്ങളെ ബാധിക്കുന്നു എന്നുള്ളൊരു ആശങ്ക കൂടിയാണ് കിഴക്കൻ മലയോര മേഖലകളിലുള്ള ജനങ്ങൾ പങ്കുവച്ചിട്ടുള്ളത്. ആശങ്കയാണ് അത്. അതിനകത്താണ് പറഞ്ഞത്. ആശങ്ക പകുതിയിലധികം ആശങ്ക ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണം മൂലമാണ്. ഞാൻ ചോദിക്കുന്നത്, അവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന കർഷകൻ വനം കയ്യേറാൻ പോകുന്ന ആളാണോ? അല്ലെങ്കിൽ അവർ പരോക്ഷമായി ആ മേഖലയിലുള്ളവരെല്ലാം വനം കയ്യേറ്റം നടത്തുകയും കടന്നുകയറ്റം നടത്തി മരം മുറിക്കുകയും വെട്ടുകയും ചെയ്യുന്ന ആളുകളാണ്. അവർ സത്യസന്ധരായ മനുഷ്യരല്ലേ? കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇതായിട്ട് മാറിപ്പോകുന്നുണ്ട്. അത് പോകാൻ പാടില്ല. അത്രയും അവർ ശ്രദ്ധിച്ചാൽ മതി. പറഞ്ഞു, ഇത് കുറ്റവാളികൾക്ക് മാത്രമുള്ളതാണ്. അല്ലാതെ ഇവിടെ ഒരു കൊലപാതകം നടത്തി, ആ കുറ്റത്തിന് ശിക്ഷ 2 ചർച്ച വന്ന മരണശിക്ഷ വിധിക്കരുതെന്ന് വിധിക്കണമെന്ന്. അപ്പം ശിക്ഷ വേണ്ടെന്നാണോ? ശിക്ഷ കൊലപാതകക്കല്ലേ ശിക്ഷ, അല്ലാതെ അതിലൂടെ പോയ ആരെങ്കിലും പിടിച്ച് ശിക്ഷിക്കുമോ? വനമേഖലകളിൽ കുടിയേറ്റത്തെ തടയുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഉണ്ടോ? അല്ല, വനമേഖലയെ അപ്പം ബഹുമാനപ്പെട്ട കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞ വനമേഖലയെ സംരക്ഷിക്കലല്ലേ ഒരു പ്രധാന കർത്തവ്യം. ആ വനമേഖല സംരക്ഷിക്കുന്നതിനുള്ള വനസംരക്ഷണ നിയമം, കേന്ദ്ര വന വന്യജീവി സംരക്ഷണ നിയമത്തിൻ്റെ ഭാഗമായി വരുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ ആവശ്യമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. ആരോ പറഞ്ഞതായിട്ട് കേട്ടു, ഈ ബില്ലിൽ തന്നെ വന്യജീവി സംഘർഷം തടയുന്നതിനുള്ള നടപടികൾ
ഈ നിയമം വനസംരക്ഷണ നിയമമാണ്, വന്യജീവി സംരക്ഷണ നിയമമല്ല, അത് വേറെയുണ്ട്. കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി വലിയൊരു ആക്ഷേപം ഉയർത്തിയിട്ടുണ്ട്. വന്യജീവികൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുന്നില്ല എന്നുള്ളത്. വന്യജീവികൾക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ഒരു നിയമം വരുമ്പോഴും പുറത്തുള്ള ജനങ്ങൾക്ക് അത്തരത്തിലൊരു സംരക്ഷണം ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു വലിയൊരു ആക്ഷേപം കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുകയാണ്. അല്ല, അത് എനിക്കതിനെ ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന് നിയമം വേറെയാന്നേ ഞാൻ പറഞ്ഞുള്ളൂ. വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ, കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഇപ്പോഴുള്ള പല വ്യവസ്ഥകളും കർഷകർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത തരത്തിലാണ്. ഒന്ന്, അക്രമകാരികളായി വരുന്ന പാമ്പുകളെ ഉൾപ്പെടെയുള്ളവരെ കൊല്ലാൻ പാടില്ല, പന്നികളെ കൊല്ലാൻ പാടില്ല, കാട്ടുപോത്തുകളെ കൊല്ലാൻ പാടില്ല. അപ്പം നമ്മുടെ ആവശ്യം എന്താണ്? ഉപദ്രവകാരികളായ മൃഗങ്ങളെ വെടിവെക്കാനോ മറ്റു തരത്തിലുള്ള അധികാരം ഈ നിയമത്തിൽ വേണം. അത് കേന്ദ്ര നിയമത്തിലാണ് മാറ്റം വേണ്ടത്, സംസ്ഥാന നിയമത്തിലല്ല. കാരണം അത് സംസ്ഥാന നിയമമല്ലാത്തതുകൊണ്ട് അത് വേണമെന്നുള്ളത് നമ്മുടെ ആവശ്യമാണല്ലോ. അത് ജോസ് കെ മാണിയുടെ ആവശ്യത്തിൻ്റെ കൂടെ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അതിൽ ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ 31 വരെ ഈ കരട് വിജ്ഞാപനത്തിൽ സമയമുണ്ട്. പൊതുജനങ്ങൾക്ക് ഇതിലെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ, എതിരഭിപ്രായം ഉണ്ടെങ്കിലും പറയും. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനുശേഷം മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം, അല്ലേ? അല്ല, അതിനാണല്ലോ കരട് പ്രസിദ്ധീകരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു മാറ്റവും വരുത്തില്ല എന്നൊരു പിടിവാശി പിടിക്കുകയാണ്. പിന്നെ ഇതിനെ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും പൊതുസമൂഹത്തിന്റെ അഭിപ്രായം ആരായാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് എന്തിനാണ്? ഇതിനെ സമ്പുഷ്ടമാക്കാൻ പര്യാപ്തമായ വിധത്തിൽ, കുറ്റമറ്റതാക്കാൻ പര്യാപ്തമായ വിധത്തിൽ ഉയർന്നു വരുന്ന ഏതൊരു നിർദ്ദേശങ്ങളെയും അത് പരിഗണിക്കുകയും അതുണ്ടാക്കുന്ന ആശങ്കകൾ അകറ്റാൻ ആവശ്യമായ പരിരക്ഷകൾ നൽകുകയും ചെയ്തുകൊണ്ട് മാത്രമേ ഏത് ബില്ലും ഈ ഗവൺമെന്റ് പാസ്സാക്കുള്ളൂ. ഈ ബില്ല് എന്നല്ല. മുഖ്യമന്ത്രി ആ ഒരു ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ജോസ് കെ മാണിയോടും പറഞ്ഞത്, ഗൗരവമായി പരിശോധിക്കുമെന്നുള്ളതാണ് പറഞ്ഞത്. അദ്ദേഹം ഗവൺമെന്റിന്റെ ഉറപ്പാണല്ലോ. മുഖ്യമന്ത്രി ഗവൺമെന്റിന്റെ ഒരു നിലപാടാണ് പറഞ്ഞത്. മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹായകമായ നിലപാടാണ് 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് ബഫർ സോൺ പ്രശ്നമുണ്ടായപ്പോൾ ഗവൺമെന്റിന്റെ ഇടപെടൽ. തുടർന്ന് അങ്ങോട്ടും കർഷക സമൂഹത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ തന്നെ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കുമെന്ന ഗവൺമെന്റിന്റെ നയമാണ്. ആ നയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് അത് പരിശോധിക്കാനും ഞങ്ങളോടൊക്കെ നിർദ്ദേശിക്കാനും മാറ്റങ്ങൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വേണമെന്ന് പറയാനൊക്കെ അധികാരമുള്ള ഒരു ഭരണകൂടമാണ് ഇവിടുത്തെ ഭരണ സംവിധാനം. അപ്പം അതുകൊണ്ട് അതിനകത്തൊരു തർക്കമേ ഇല്ല. ജോസ് കെ മാണി അദ്ദേഹം പ്രത്യേകിച്ചും ഈ പറയുന്ന മേഖലയിലുള്ള പ്രവർത്തകരാണ്. ആ മേഖലയിലെ ജനങ്ങളെ പ്രശ്നങ്ങൾക്ക് അവർ ഉത്കണ്ഠ പ്രകടിക്കുമ്പോൾ ആ ഉത്കണ്ഠയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ബോധ്യമായ ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചു. മുഖ്യമന്ത്രി അത് പരിശോധിക്കും, എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ പരിഹരിക്കുമെന്ന് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതാണ് ഒരു ഡെമോക്രാറ്റിക് ഫംഗ്ഷനിലൂടെ ഗവൺമെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് ആർക്കും ആരുടെയും എതിരോ അനുകൂലമോ അല്ല. ഇപ്പോൾ ഈ പ്രധാനമായിട്ടും ഈ ഭേദഗതി വരുമ്പോൾ മന്ത്രിസഭ അംഗീകാരം കിട്ടിയതാണ്. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ ഈ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഇല്ലാത്തൊരു എതിർപ്പ് പിന്നെ എങ്ങനെയാണ് ഉണ്ടായത്? അതിലിപ്പോൾ ക്രൈസ്തവ സഭകൾ അടക്കമുള്ളവർ ഈ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശ്രമം നടത്തിയോ? അങ്ങനെ കരുതുന്നുണ്ടോ? അല്ല, ഞാൻ ഈ ബില്ലിന്റെ തുടക്കതാണ്. ഇത് ഭേദഗതി ബില്ലാണെന്നും ഇത് കരടിലെ ബില്ലാണെന്നുമുള്ള യാഥാർത്ഥ്യം, വസ്തുത അംഗീകരിച്ചാൽ ഈ പ്രശ്നം പകുതി തീരും. ഇത് അന്തിമമായി പാസ്സാക്കാൻ പോകുന്ന രൂപത്തിലുള്ള പൂർണ്ണരൂപമല്ലല്ലോ. പൂർണ്ണരൂപം വരുമ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരിയാണ്. പക്ഷേ പൂർണ്ണരൂപം വരുന്നതിന് മുമ്പ് തന്നെ ഇത് ജനങ്ങളുടെ അറിവിലേക്ക് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തത് മാറ്റം വരാതിരിക്കാനാണോ? ശരിയായ, കൃത്യമായ, വസ്തുതാപരമായ കാര്യങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണാനല്ലേ ഇത്തരം നടപടിക്രമങ്ങൾ. അപ്പോൾ ഇത്തരം നടപടിക്രമങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കെ മറ്റൊരു തരത്തിൽ വികാരപരമായി ഈ പ്രശ്നത്തെ കാണരുത്, വസ്തുതാപരമായി കാണുകയും വസ്തുതകളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്യുന്ന മെക്കാനിസമായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക. അതുതന്നെയാണ് മിനിസ്റ്റർ പറഞ്ഞത്. പ്രധാനമായിട്ടും ഡിസംബർ 31 വരെ ഈ കരട് വിജ്ഞാപനത്തിൽ പൊതുജനങ്ങൾക്ക് അവരുടെ ആശങ്കകൾ പങ്കുവെക്കാം, അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാം. ആ അഭിപ്രായങ്ങളൊക്കെയും കണക്കിലെടുത്തുകൊണ്ട് ഈ ഇപ്പോൾ വന്നിട്ടുള്ള വന നിയമ ഭേദഗതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുള്ള ഒരു മാറ്റമായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ കിഴക്കൻ മലയോര മേഖലകളിലെ കർഷകരും അതുപോലെ തന്നെ ജനങ്ങളും ഈ വിഷയത്തിൽ ആശങ്ക വെക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു ഉറപ്പ് കൂടിയാണ് ഇപ്പോൾ വനവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ നമ്മോട് പങ്കുവച്ചിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.